നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ആരാകും UDF സ്ഥാനാർത്ഥി? KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തോ അതല്ല DCC പ്രസിഡന്റ് VS ജോയിയോ? ഇരുവർക്കും വേണ്ടി വാദിച്ച കോൺഗ്രസിന്റെ രണ്ടു വിഭാഗങ്ങൾ രംഗത്തെത്തിയതോടെ ആശയക്കുഴപ്പം തുടരുക തന്നെയാണ്. മുസ്ലിം ലീഗ് തുറന്ന അഭിപ്രായം പറയുന്നില്ലെങ്കിലും ഷൗക്കത്ത് വിഭാഗം സമ്മർദ്ദതന്ത്രം പയറ്റി തുടങ്ങി. ഗ്രൂപ്പിസത്തിനൊപ്പം സാമുദായിക സമവാക്യങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകുമെന്ന് ഉറപ്പാണ്. VS ജോയ്ക്കൊപ്പം നിൽക്കുന്ന PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഇടയുമോ എന്ന ആശങ്ക പോലും കോൺഗ്രസിലുണ്ട്. ആര്യാടൻ മുഹമ്മദ് 34 വർഷം MLA ആയിരുന്ന നിലമ്പൂരിൽ ആര്യാടൻ മത്സരരംഗത്തു നിന്നും പിന്മാറിയ 2016 മകൻ ആര്യാടൻ ഷൗക്കത്തിനെ പരിചയപ്പെടുത്തിയാണ് PV അൻവർ ഇടതു സ്വതന്ത്രനായി നിയമസഭയിലെത്തിയത്. ആഫ്രിക്കയിൽ സ്വർണ്ണ ഖനനത്തിന് പോയ അൻവർ നാടകീയമായി മടങ്ങിയെത്തിയാണ് 2020 വീണ്ടും ഇടതു സ്വതന്ത്രനായി. അന്ന് ആര്യാടൻ ഷൗക്കത്തിന് പകരം DCC പ്രസിഡന്റ് VV പ്രകാശിനെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത്. DCC പ്രസിഡന്റ് സ്ഥാനം ആര്യാടൻ ഷൗക്കത്തിന് നൽകുകയും ചെയ്തു. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി DCC പ്രസിഡന്റ് സ്ഥാനം VV പ്രകാശിന് തന്നെ നൽകി. വോട്ടെണ്ണലിന്റെ തലേ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് VV പ്രകാശ് മരണപ്പെടുകയും ചെയ്തു. 2021 2700 വോട്ടുകൾക്കാണ് അൻവർ വിജയിച്ചത്. കോൺഗ്രസ് പുനഃസംഘടന വന്നപ്പോൾ ഷൗക്കത്തിനെ വെട്ടി A ഗ്രൂപ്പുകാരനായ VS ജോയ് മറുകണ്ഠം ചാടിയാണ് മലപ്പുറം DCC പ്രസിഡന്റ് ആയത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ഷൗക്കത്തിനെ മാറ്റിയത് A ഗ്രൂപ്പിന് വലിയ ക്ഷീണമായി. നിലമ്പൂരിൽ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നാൽ പിന്നെ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ലെന്ന നിലപാടിലാണ് ഷൗക്കത്തും ഒപ്പമുള്ളവരും. ഒരു ഡസൻ DCC ഭാരവാഹികളും 10ലധികം KPCC ഭാരവാഹികളും ഷൗക്കത്തിന് പിന്തുണയുമായുണ്ട്. മലപ്പുറത്തെ കോൺഗ്രസിന് നിയന്ത്രണം കൈയാളുന്ന AP അനിൽകുമാറിനോട് ഷൗക്കത്ത് പക്ഷക്കാർക്ക് പ്രതിഷേധവുമുണ്ട്. നിലമ്പൂരിൽ 46% മുസ്ലിങ്ങളും 43% ഹിന്ദുക്കളും 11% ക്രിസ്ത്യാനികളുമാണുള്ളത്. മലബാറിലെ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ പരിഗണിക്കണമെന്ന സഭകളുടെ ആവശ്യത്തിന് മുൻതൂക്കം നൽകണമെന്നാണ് ജോയിയെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ ഷൗക്കത്ത് വിഭാഗം ഈ വാദത്തെ ഖണ്ഡിക്കുന്നത് ക്രൈസ്തവരിലെ പുതുതലമുറ സഭകളിലൊന്നിന്റെ ഭാഗമാണ് VS ജോയ് എന്ന മറുവാദം ഉന്നയിച്ചുകൊണ്ടാണ്. പൊന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെടുന്ന ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കാത്തോലിക്ക സഭയെ തൃപ്തിപ്പെടുത്താനാവില്ലെന്ന് ഷൗക്കത്ത് അനുകൂലികളും പറയുന്നു. KC വേണുഗോപാലും AP അനിൽകുമാറും മനസ്സ് തോന്നിട്ടില്ലെങ്കിലും VD സതീശൻ ജോയിക്കൊപ്പമാണെന്നാണ് സൂചന. മുരമ്പം വിഷയത്തിലകന്ന ക്രിസ്ത്യൻ സമുദായത്തെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കി തൃപ്തിപ്പെടുത്താമെന്ന് VD സതീശൻ പറയുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിന് പ്രത്യേക സമിതിയെ പാർട്ടി നിയോഗിച്ചതായും വാർത്തകൾ വരുന്നു. KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, AP അനിൽകുമാർ എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക സമിതിയെ വെക്കാനും സൂചനയുണ്ട്.